ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. ദ ക്ലീനിങ് മിനിസ്ട്രിയുടെ ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മനുഷ്യന് എങ്ങനെ നിത്യജീവന് പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രം മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം അഥവാ ലോഞ്ചിവിറ്റി കൂട്ടുവാൻ പരിശ്രമിക്കുന്നു. അതിനുള്ള ജീവിതശൈലിയെക്കുറിച്ചും ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ചും എക്സസൈസുകളെക്കുറിച്ചും ഒക്കെ പറയുന്ന ധാരാളം വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളും ഒരുപക്ഷെ അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. മെഥൂശലേഖ് എന്ന ഒരു വ്യക്തി 969 വർഷങ്ങൾ 969 ഇയേഴ്സ് ജീവിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകം അവനിലെ ആത്മാവാണ്. അതിനാൽ അവൻ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നു. മനുഷ്യനുള്ള ആത്മാവ് നിത്യമാണ്. ഒന്നുകിൽ നിത്യജീവനിൽ അല്ലെങ്കിൽ നിത്യമരണത്തിൽ അവസാനിക്കുന്നു. ദൈവസൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചതിനാൽ പാപികളായി. പാപത്തിൻ്റെ ഫലമായി മരണം കടന്നു വന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യന് വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. പാപിയായ മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ലഭിക്കുന്നത് നിത്യമായ മരണമാണ്. ഈ ശാരീരികമായ മരണത്തിനപ്പുറം ഒരു നിത്യമായ മരണം മനുഷ്യനുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ദൈവം തന്നെത്താൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യൻ്റെ നിത്യമരണം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ്റെ മരണം തൻ്റെ മരണത്താൽ നീക്കി. ഈ സത്യം മനസ്സിലാക്കി ആര് യേശുക്രിസ്തുവിൻ്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് അംഗീകരിക്കുമോ, യേശുവിൽ വിശ്വസിക്കുമോ, അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. എന്താണ് ഈ നിത്യജീവൻ? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. നിത്യജീവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ പറയട്ടെ. കഴിഞ്ഞകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ള ജീവൻ എന്നാണല്ലോ. അത് ദൈവത്തിൻ്റെ ജീവനാണ്. ആ ജീവൻ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവീക ജീവൻ വീണ്ടും ജനനത്തിലൂടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പകരപ്പെടുന്നു. ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: ഒരുത്തവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നിത്യജീവൻ എങ്ങനെ ലഭിക്കുന്നു? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു:
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നിത്യജീവൻ എപ്പോഴാണ് ലഭിക്കുന്നത്? ഒരു വിശ്വാസി മരിച്ച ശേഷം അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണോ ലഭിക്കുന്നത്? ഒരിക്കലുമല്ല. വിശ്വസിക്കുന്ന മാത്രയിൽ ലഭിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ രക്ഷയിൽ സന്തോഷിക്കുവാനായി കഴിയും. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങളിൽ അത് കാണുവാൻ സാധിക്കും. നിത്യജീവൻ എന്നത് ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ടൈം മാത്രമല്ല, അത് ക്വാളിറ്റി ഓഫ് ലൈഫിനെയും കാണിക്കുന്നു. നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ നാം അർഹിക്കുന്നതല്ല, നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല, നമുക്ക് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്നതുമല്ല. ദൈവം കൃപയാൽ ദാനമായി നൽകുന്ന ഒന്നായിരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങളാണ്. നിത്യജീവൻ ഒരു വ്യക്തിയാണ്. ഞാനാണ് ജീവനെന്ന് അവകാശപ്പെട്ട ഒരേ ഒരു വ്യക്തി മാത്രമേ ചരിത്രത്തിലുണ്ടായിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ജീവനാണ്. ജീവന് മാത്രമേ ജീവൻ നൽകാൻ കഴിയുകയുള്ളൂ. താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് താൻ ജീവനാണെന്ന് തെളിയിച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ അവകാശപ്പെടുകയുണ്ടായി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതുപോലെ തന്നെ യേശു കർത്താവ് പറയുകയുണ്ടായി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഒരു വിശ്വാസിയിൽ ജീവിക്കുന്നു. കർത്താവ് പറയുകയുണ്ടായി, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നിത്യജീവൻ്റെ എതിരായ കാര്യം എന്താണ്? നിത്യജീവൻ്റെ എതിരായ കാര്യം നിത്യമായ മരണമാണ്, അല്ലെങ്കിൽ നിത്യമായിട്ടുള്ള നരകമാണ്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഈ നിത്യമായ മരണത്തെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നത് രണ്ടാം മരണം, അതുപോലെ തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ എന്നൊക്കെയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയ സ്നേഹിത, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് നിത്യജീവനെയോ
അതോ യേശു ക്രിസ്തുവിനെ നിരാകരിച്ച് നിത്യമരണമോ? തീരുമാനം നിങ്ങളുടേതാണ്. എന്നെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.